നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ വളരെ വികാരാതീതനായി സംസാരിക്കുന്ന കോൺഗ്രസിനെതിരെയും RJDക്കെതിരെയും അതിശക്തമായി അദ്ദേഹം ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആഞ്ഞടിക്കലല്ലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായത്. മറിച്ച് ഒരു മകൻ എന്ന രീതിയിൽ തൻ്റെ അമ്മയെ പറയുമ്പോൾ എന്ത് വേദനയുണ്ടാകും, ആ ഒരു വിഷമമാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയിൽ രാജ്യം കണ്ടത്. വോട്ടർ അധികാർ യാത്രയ്ക്കിടെ പ്രധാനമന്ത്രിയുടെ മാതാവ് ഹീരാബെന്നിനെ മോശപ്പെടുത്തി സംസാരിച്ചതിൽ വികാരാധീനനാകുകയായിരുന്നു പ്രധാനമന്ത്രി. ദാരിദ്ര്യവും കഷ്ടപ്പാടും സഹിച്ചാണ് തന്റെ അമ്മ കുടുംബത്തെ പോറ്റിയതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അവരെ അധിക്ഷേപിച്ചതിനെ രാജ്യത്തെ ഒരമ്മയും പൊറുക്കില്ല എന്നും പ്രധാനമന്ത്രി ആഞ്ഞടിച്ചു. താൻ അനുഭവിച്ച വേദന അത്ര വലുതാണ്. ബീഹാർ ജനത RJDക്കും കോൺഗ്രസിനും മാപ്പ് തരില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വേദനയോടെയാണ് ഈ ഒരു കാര്യങ്ങൾ സംസാരിച്ചത്. വോട്ടർ അധികാർ യാത്രയ്ക്കിടെ തന്റെ മാതാവ് ഹീരാബെന്നിനെ മോശപ്പെടുത്തി സംസാരിച്ചത് രാജ്യത്തെ മുഴുവൻ അമ്മമാരെയും സഹോദരിമാരെയും അപമാനിച്ചതിന് തുല്യമാണെന്നും മോദി പറഞ്ഞു. കുട്ടികളുടെ ഉറക്കത്തിന് തടസ്സം വരാതിരിക്കാൻ തന്റെ അമ്മ മഴക്കാലത്തിന് മുൻപ് മേൽക്കൂര ചോരുന്നില്ലെന്ന് ഉറപ്പാക്കുമായിരുന്നു. കുട്ടികൾ കഷ്ടപ്പെടാതിരിക്കാൻ ദിവസവും അമ്മ ജോലിയെടുത്തുവെന്നും മോദി കഴിഞ്ഞ ദിവസം ഓർത്തെടുത്തു. പുതിയ സാരി വാങ്ങാതെ പൈസ ലാഭിച്ച് കുട്ടികൾക്ക് വസ്ത്രം വാങ്ങി. സ്വർണ്ണക്കരണ്ടിയുമായി രാജകുടുംബത്തിൽ ജനിച്ച യുവരാജാവിന് പാവപ്പെട്ട അമ്മയുടെ വേദന മനസ്സിലാകില്ലെന്നും രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ട് മോദി പറഞ്ഞു. അധികാരം ജന്മാവകാശമാണെന്ന് വിശ്വസിക്കുന്നവർ ദരിദ്ര അമ്മയുടെ മകൻ പ്രധാനമന്ത്രിയായത് അംഗീകരിക്കുന്നില്ല എന്നും രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ കോൺഗ്രസിനെയൊക്കെ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി പറയുകയുണ്ടായി. മാത്രമല്ല, അമ്മമാർ നമ്മുടെ ലോകവും ആത്മാഭിമാനവുമാണ്. 55 വർഷമായി സമൂഹത്തിനും രാഷ്ട്രത്തിനും വേണ്ടി താൻ സേവനം അനുഷ്ഠിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ യാത്രയിൽ അമ്മ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് അമ്മമാരെ സേവിക്കാൻ മകനെ വിട്ടുകൊടുത്ത ആളാണ് തൻ്റെ അമ്മ. 100 വയസ്സ് പൂർത്തിയാക്കിയ അമ്മ ജീവിച്ചിരിപ്പില്ല. രാഷ്ട്രീയവുമായി ബന്ധമില്ലാത്ത അമ്മയെ RJD കോൺഗ്രസ് പരിപാടിയുടെ വേദിയിൽ അധിക്ഷേപിച്ചു. അതിന്റെ വേദന തന്റെ മുന്നിലിരിക്കുന്ന അമ്മമാരുടെ കണ്ണുകളിലുണ്ട്. ഇത്തരം സ്ത്രീവിരുദ്ധ മാനസികാവസ്ഥയുള്ളവർ അധികാരത്തിൽ വരുന്നത് തടയണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നിർധന വിഭാഗങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുന്ന ബീഹാറിലെ സഹകരണ പദ്ധതിയായ രാജ്യജീവിക നിധി സഹകാരി സംഘ് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വോട്ടർ അധികാർ യാത്രയ്ക്കിടെ ദർഭംഗയിൽ വെച്ചാണ് രാഹുൽ ഗാന്ധിയുടെയും RJD നേതാവ് തേജസ്വി യാദവിന്റെയും സാന്നിധ്യത്തിൽ ചില പ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ അമ്മയ്ക്കെതിരെ അപകീർത്തികരമായ മുദ്രാവാക്യം വിളിച്ചത്. രാജ്യത്തെ മുഴുവൻ സ്ത്രീകളെയുമാണ് കോൺഗ്രസും RJDയും അപമാനിച്ചതെന്നും ഇത്തരക്കാർ ഭരിക്കുമ്പോൾ സ്ത്രീകൾക്ക് സുരക്ഷയുണ്ടാകില്ലെന്നും പ്രധാനമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. താൻ അജൈവികനെന്ന് പറഞ്ഞ് മോദിയാണ് അമ്മയെ അപമാനിച്ചതെന്ന് കോൺഗ്രസും തിരിച്ചടിച്ചു. ബീഹാറിൽ വനിതകൾക്കായുള്ള ക്ഷേമ പദ്ധതി വെർച്വലായി ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ വികാരാധീനനായതും കോൺഗ്രസിനെതിരെയും RJDക്കെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചതും. മരിച്ചുപോയ തന്റെ അമ്മയെക്കുറിച്ച് ഇത്തരമൊരു അധിക്ഷേപം ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. അമ്മയ്ക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. എന്ത് തെറ്റാണ് അവർ ചെയ്തതെന്നും മോദി ചോദിച്ചു. അമ്മയെ ആക്ഷേപിച്ചപ്പോൾ തനിക്കുണ്ടായ വേദന മുഴുവൻ ബീഹാർ ജനതയ്ക്കും ഉണ്ടായി എന്നറിയാം. കുടുംബാധിപത്യത്തിൽ അഭിരമിക്കുന്ന പലർക്കും പിന്നോക്ക വിഭാഗത്തിൽ നിന്നൊരാൾ പ്രധാനമന്ത്രിയാവുന്നത് അംഗീകരിക്കാനാവുന്നില്ല എന്നും രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവിനെയും ഉന്നമിട്ടാണ് മോദി പറഞ്ഞത്. വോട്ടർ അധികാർ യാത്രയിൽ മോദിയുടെ അമ്മയ്ക്കെതിരെ മുദ്രാവാക്യം മുഴക്കാൻ BJPയാണ് ആളുകളെ ഏർപ്പാടാക്കിയതെന്ന ആരോപണം കോൺഗ്രസും ഉന്നയിച്ചു. അമ്മമാരെ അപമാനിക്കുന്ന നേതാക്കളോ പ്രവർത്തകരോ കോൺഗ്രസിൽ ഇല്ലെന്നും നേതാക്കൾ പ്രതികരിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിന് ഇത്തരത്തിൽ പ്രധാനമന്ത്രി വളരെ വ്യക്തമായ മറുപടി നൽകിയിരിക്കുകയാണ്. അതേസമയം വോട്ടർ അധികാർ യാത്രയുടെ വിജയത്തിൽ എല്ലാവരോടും നന്ദി പറഞ്ഞ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. RJD നേതാക്കളായ ലാലു പ്രസാദ് യാദവ്, തേജസ്വി യാദവ് അടക്കമുള്ളവരോടാണ് രാഹുൽ നന്ദി പറഞ്ഞ് രംഗത്തെത്തിയത്. സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു രാഹുൽ നന്ദി പ്രകടിപ്പിച്ചത്. പട്നയിലെ ഗാന്ധി മൈതാനിയിൽ നടന്ന യാത്രയുടെ സമാപന ചടങ്ങിന് ശേഷമായിരുന്നു രാഹുലിന്റെ പ്രതികരണം. ബീഹാറിലെ വോട്ടർ അധികാർ യാത്ര ചരിത്രമാക്കിയതിന് ലാലു പ്രസാദ് യാദവ് ജി, തേജസ്വി യാദവ് ജി, ദീപൻകർ ഭട്ടാചാര്യ ജി, മുകേഷ് സാഹ്നി ജി, ബീഹാറിലെ കോൺഗ്രസ് നേതാക്കൾ, ഇന്ത്യ മുന്നണി ആക്ടിവിസ്റ്റുകൾ, ബീഹാറിലെ യുവാക്കൾ തുടങ്ങിയവരോട് ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ബീഹാറിൽ വോട്ട് മോഷ്ടിക്കപ്പെടില്ലെന്ന് ഞങ്ങൾ പ്രതിജ്ഞയെടുത്തു. ഞങ്ങൾ മുഴുവൻ ശക്തിയോടും കൂടി ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യ മുന്നണി നേതാക്കളുടെ നേതൃത്വത്തിൽ 10,000 കണക്കിന് പേരാണ് വോട്ടർ അധികാർ യാത്രയുടെ സമാപന യാത്രയിൽ പങ്കെടുത്തത്. താൻ മുമ്പ് നടത്തിയ
നടത്തിയ വാർത്താ സമ്മേളനം ആറ്റം ബോംബായിരുന്നെങ്കിൽ അതിലും വലിയ ഹൈഡ്രജൻ ബോംബ് കൈവശമുണ്ടെന്ന് സമാപനത്തിലെ പ്രസംഗത്തിൽ രാഹുൽ പറഞ്ഞു. നിങ്ങളെല്ലാവരും അതിനായി തയ്യാറായിരിക്കണമെന്നും വോട്ട് മോഷണത്തെക്കുറിച്ചുള്ള സത്യം ജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാറിലെ ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ ഒരു എഞ്ചിൻ കുറ്റകൃത്യത്തിലും മറ്റേത് അഴിമതിയിലുമാണെന്നുമായിരുന്നു തേജസ്വി യാദവ് പറഞ്ഞത്. വോട്ട് മോഷണത്തിലൂടെയുള്ള വിജയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതികരിച്ചു. കഴിഞ്ഞ മാസം 17 ബീഹാറിലെ സസാറാമിൽ നിന്നാണ് വോട്ടർ അധികാർ യാത്ര തുടങ്ങിയത്. ബീഹാറിലെ 20 ജില്ലകളിലൂടെ 1300-ലധികം കിലോമീറ്ററാണ് രാഹുലും സംഘവും സഞ്ചരിച്ചത്. വോട്ട് കൊള്ളയ്ക്കെതിരെയാണ് രാഹുലിന്റെ നേതൃത്വത്തിൽ വോട്ടർ അധികാർ യാത്ര സംഘടിപ്പിച്ചത്. അതേസമയം ബീഹാറിൽ വൻ ആവേശമൊരുത്തി രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്ര സമാപിച്ചപ്പോൾ വൈകാതെ ഹൈഡ്രജൻ ബോംബ് പൊട്ടുമെന്ന രാഹുലിന്റെ പരാമർശം ചർച്ചയായിരിക്കുകയാണ്. നമുക്കറിയാം, ബോംബ് പൊട്ടിയാൽ മോദിക്ക് മുഖം പുറത്ത് കാണിക്കാൻ കഴിയില്ലെന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നുവെന്നായിരുന്നു BJPയുടെ മറുപടി. വോട്ടവകാശ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ അവസാന പ്രാസംഗികനായി സംസാരിച്ചാണ് രാഹുൽ ഗാന്ധി വരാനിരിക്കുന്ന ഹൈഡ്രജൻ ബോംബിനെ കുറിച്ച് പറഞ്ഞത്. ആറ്റം ബോംബെന്ന് കേട്ടിട്ടുണ്ടോ? അതിനേക്കാൾ വലുതെന്താണ്? ആറ്റം ബോംബിനേക്കാൾ വലുത് ഹൈഡ്രജൻ ബോംബാണ്. ഇങ്ങനെയായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. BJP നോക്കിയിരുന്നോളൂ, ഹൈഡ്രജൻ ബോംബ് വരുന്നുണ്ട്, വോട്ടുകൊള്ള രാജ്യം മുഴുവൻ അറിയാൻ പോകുകയാണ് എന്നും രാഹുൽ പറഞ്ഞു. എന്തായാലും എന്താണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ച ആ ഹൈഡ്രജൻ ബോംബ്? നേരത്തെ ഈ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ രൂക്ഷ വിമർശനമാണ് BJPക്കെതിരെ തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. അതിനേക്കാൾ വലിയ ബോംബ് എന്താണ് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും BJP പാളയത്തിലൊക്കെ ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതായത് രാഹുൽ ഗാന്ധി പൊട്ടിക്കാൻ പോകുന്ന ഹൈഡ്രജൻ ബോംബ് എന്താണ് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രാഹുൽ പൊട്ടിക്കാൻ വെച്ചിരിക്കുന്ന ഹൈഡ്രജൻ ബോംബ് ഇപ്പോൾ നേരത്തെ വന്ന ആ ഒരു വെളിപ്പെടുത്തലിനേക്കാളും വലുതാണോ? അതെങ്ങനെയായിരിക്കും BJPയെ പിടിച്ചുലയ്ക്കുക? BJPയെ സംബന്ധിച്ച് അതെങ്ങനെയായിരിക്കും അവരെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ അവരെ എങ്ങനെ അത് ബാധിക്കും എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇതിനോടകം ശക്തമായി കഴിഞ്ഞു. ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബും തെരഞ്ഞെടുപ്പുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് BJPയുടെ ചോദ്യം. യാത്ര ബീഹാറിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് കൂടെ വ്യാപിപ്പിക്കുക എന്ന തീരുമാനത്തിലാണ് ഇന്ത്യ സഖ്യമായിരിക്കുന്നത്. എന്തായാലും വോട്ടർ അധികാർ യാത്ര വളരെ വിജയകരമായി തന്നെ അവസാനിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി പറയുന്നു. അതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ അമ്മയ്ക്കെതിരെ ചില മുദ്രാവാക്യം ഉയർന്നു. അതിനെതിരെ പ്രധാനമന്ത്രി വികാരാധീനനായി സംസാരിക്കുന്നു. ഈ അമ്മമാരൊന്നും ഇത് സഹിക്കില്ല എന്ന ഒരു പരാമർശം നടത്തുന്നു. തീർച്ചയായിട്ടും രൂക്ഷ വിമർശനമാണ് കോൺഗ്രസിനെതിരെ ഈ അമ്മയുടെ വിഷയത്തിൽ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. തൻ്റെ അമ്മ തന്നെ കഷ്ടപ്പെട്ട് വളർത്തി, താനും ഒരു പിന്നാക്ക വിഭാഗക്കാരനാണ്. അപ്പോൾ തൻ്റെ ഒരു ഉയർച്ച അത് മറ്റു ചിലർക്ക് അംഗീകരിക്കാനാകുന്നില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.